എന്താ ഞാൻ പറഞ്ഞു, ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും, മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകെവിടെ എന്നാ ചോദിക്കുന്നത്. അത് രണ്ടും അതിലില്ല കായക്കൊടി, പച്ചക്കളവാണ് നിങ്ങൾ പറയുന്നത്. പ്രാർത്ഥിക്കാമെന്നും ഇസ്ലാഹ് മാസികയിലില്ല, പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നും ആ ഇസ്ലാഹ് മാസികയിലോ ജബ്ബാർ മൗലവിയുടെ വാചകത്തിലോ ഇല്ല. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലും ഇസ്ലാഹിന്റെ പേരിലും പറയുന്ന പച്ചക്കളവാണ്. ഇല യൗമിൽ ഖിയാമ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യവുമല്ല. എന്തിനാണ് കായക്കൊടി നിങ്ങൾ ഇങ്ങനെ പച്ചക്കളവ് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്? സുന്നി വോയിസ്, ഈ സുന്നി വോയിസിൽ പറയുന്നു, എന്താ പറയുന്നത്? സൃഷ്ടികളോടുള്ള സഹായാഭ്യർത്ഥന പ്രാർത്ഥനയേ അല്ല. ഇവിടെ സൃഷ്ടികളോട് നടത്തുന്ന സഹായാഭ്യർത്ഥന പ്രാർത്ഥനയേ അല്ല എന്ന് സുന്നി വോയിസുകാരൻ്റെ വരി വായിച്ചിട്ട് തൊട്ട് ശേഷം ഇദ്ദേഹം പറയാണ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളും പറയുന്നത് ഇത് തന്നെയാണ് എന്ന പച്ചക്കള്ളം. യാതൊരു പരലോകബോധവുമില്ലാതെ, യാതൊരു സത്യസന്ധതയുമില്ലാതെ, ഈമാനിൻ്റെ ഒരു തരിമ്പ് ഹൃദയത്തിലില്ലാതെ പച്ചക്കളവ് ഈ KJU സെക്രട്ടറി തട്ടിവിടുന്നത്. ഇവിടെ സഹോദരന്മാരെ, സൃഷ്ടാവായ അള്ളാഹുവിനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കേണ്ട ആ സഹായ അഭ്യർത്ഥന സൃഷ്ടികളോട് നടത്തുന്നതാണ് പ്രാർത്ഥന. അത് സൃഷ്ടികൾക്കുള്ള പ്രാർത്ഥനയാണ്. അത് സൃഷ്ടാവിനോട് നടത്തുമ്പോൾ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയായി, സൃഷ്ടാവിനുള്ള ഇബാദത്തായി. അത് സൃഷ്ടികളോട് നടത്തിയാൽ സൃഷ്ടികൾക്കുള്ള ഇബാദത്തായി. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. ഇബാദത്ത് അള്ളാഹുവിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ആ ഇബാദത്ത് സൃഷ്ടികളിലേക്ക് പോയാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പഠിപ്പിക്കുന്ന നമുക്കെതിരിൽ ബോധപൂർവം യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കളവ് തട്ടിവിട്ട് കബളിപ്പിക്കാനാണ് ഈ KJU സെക്രട്ടറി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്, എന്തുമാത്രം കടുത്ത ആക്ഷേപവും ആരോപണവുമാണ് ഇതൊക്കെ. എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്? സൃഷ്ടികളോടുള്ള സഹായാഭ്യർത്ഥന പ്രാർത്ഥനയാവില്ല. മൊയ്തീൻ ശേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതെന്താവൂല? പ്രാർത്ഥനയാവൂല. അതെന്നെ ജിന്നുവാദികൾ ഇപ്പൊ പറയുന്നത്. എന്തുമാത്രം വലിയ കളവാണ് ഈ കായക്കൊടി പറയുന്നത്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ പ്രാർത്ഥനയാവൂല. അത് തന്നെയാണ് ഇവിടെ വിസ്ഡവും പറയുന്നത് എന്ന പച്ച നുണ. എന്തൊരു കളവാണ് സഹോദരന്മാരെ ഈ കായക്കൊടി യാതൊരു ഉളുപ്പില്ലാണ്ട് പറയുന്നത്. കായക്കൊടി, നിങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും കളവ് പറയല്ലേ കായക്കൊടി. ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ, മലക്കയെ കാക്കണേ എന്നിങ്ങനെ ആ രീതിയിലുള്ള സഹായ അഭ്യർത്ഥന പ്രാർത്ഥനയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അറിവും കഴിവും വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള സമസ്തക്കാരൻ്റെ വിളി പോലെ ഏത് പടപ്പിനെ വിളിച്ചാലും, മുമ്പിലുള്ള പടപ്പിനെ വിളിച്ചാലും ശരി, അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കായക്കൊടി, എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത, പറയാത്ത ഒരു വാദം ഞങ്ങളുടെ പേരിൽ കെട്ടിവെച്ച് ആക്ഷേപിച്ച് ആരോപിച്ച് പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ട് ഇങ്ങനെ കളവ് പറയണോ കായക്കൊടി? നിങ്ങൾ പച്ച കളവ് തട്ടിവിടുക ഒരു ഉളുപ്പുമില്ലാതെ. എന്താ പറഞ്ഞത് എന്ന് ആ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് കുബൂരികളും മടവൂരികളും ദുർവ്യാഖ്യാനിച്ച അതേ പണി ഈ KJU സെക്രട്ടറിയും ആവർത്തിക്കുന്നു എന്നല്ലാതെ എന്താ സഹോദരന്മാരെ നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത്? പച്ചക്കളവ് തട്ടിവിടുക. ജിന്നെ രക്ഷിക്കണേ എന്ന് പുഴയിൽ വീണവനോട് തേടിയാൽ എന്താവൂല? പ്രാർത്ഥനയാവൂല. ഓന്റെ കായക്കൊടി, എന്തിനാണ് ഇങ്ങനെ കളവ് പറയണത്? പുഴയിൽ മുങ്ങി മരിക്കണ നേരത്താകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അള്ളാഹുവേ രക്ഷിക്കണേ എന്നല്ലാതെ അവിടെ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ ഏത് പടപ്പിനെ വിളിച്ചാലും ശരി, ജിന്നെ രക്ഷിക്കണേ, മലക്കയെ രക്ഷിക്കണേ, ഇനി പിന്നെ സായിബാബയെ രക്ഷിക്കണേ, കന്യാമറിയമയെ രക്ഷിക്കണേ, പള്ളിക്കാവിലമ്മയെ രക്ഷിക്കണേ എന്നിങ്ങനെ ഏത് പടപ്പിനെ വിളിച്ചാലും അത് മുമ്പിലുണ്ടെങ്കിലും ശരി, മുമ്പിലില്ലെങ്കിലും ശരി, ജീവനുണ്ടെങ്കിലും ശരി, ജീവനില്ലെങ്കിലും ശരി, വിദൂരത്താണെങ്കിലും ശരി, തൊട്ടടുത്തുണ്ടെങ്കിലും ശരി, കൺമുമ്പിലാണെങ്കിലും ശരി, ഏത് പടപ്പിനോട് ചോദിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഷിർക്കാണ്. എന്തിനാണ് കായക്കൊടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇഷ്ടതോഴനായ സാലിഷ് വാടാനപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പുഴയിൽ മുങ്ങി മരിക്കുന്ന നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നത് കണ്ടു. ആ ജിന്നിനോട് തേടിയാൽ അത് ജായിസാണ്, അത് വസീലത്ത് ശിർക്കും അല്ല, ഹറാമും അല്ല, ജായിസാണ് എന്ന് പറഞ്ഞ മഹാൻ നിങ്ങളുടെ കൂടെ ഇന്നുമുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്താണ്? കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്നൊരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക ചെറുക്കാണ്. ചെറുക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? നമ്മുടെ സുലൈമാനെ ചോദിച്ചാൽ കേൾക്കാവില്ല. ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ?
നേരിട്ട് കണ്ടാൽ ആരെ അണിക്കുന്നത് ആരെ വിളിച്ചൂടെ? ഞാനേ പ്രത്യേക വിഷയത്തിലൊരു തത്വം ഞാൻ അതൊരു കുറച്ചുകൂടെ അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതൊന്നും ചോദിക്കണ്ട. അത് ജിന്നാണ്, ആ കണ്ടത് എങ്ങനെയാണ് ജിന്നാണെന്ന് മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പം അതൊന്നും ചോദിക്കണ്ട. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി ചോദിച്ചപ്പോൾ ഷിർക്കാകണ്ടേ. കേട്ടില്ലേ? ഇത് ആരാ പറഞ്ഞത്? സാലിഷ് വാടനപ്പള്ളിയാണ് പറയുന്നത്. എവിടെയാണ് പറയുന്നത്? പുഴയിൽ മുങ്ങി മരിക്കണ നേരത്ത്, മുൽത്തറായൊരു നേരത്ത് കരയിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ജിന്ന് നിൽക്കുന്നത് കണ്ടു. അത് നിൽക്കുന്നത് ജിന്നാണെന്ന് സങ്കല്പിച്ചിട്ട് ജിന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് തേടിയാൽ ചോദിച്ചാൽ അത് ജായിസാണ്, ഷിർക്ക് ആവൂല, ഹറാമും ആവൂല, ജായിസാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സാലിഷ് വാടനപ്പള്ളിയാണ്. അപ്പോൾ ജിന്നിനെ കാണൂ, അതൊന്നും ചോദിക്കണ്ട. അപ്പോൾ കണ്ടാൽ ജായിസാണെന്ന് സാലിഷ് വാടനപ്പള്ളി. ഇനി കേട്ടാലോ അത് എന്താണെന്നുള്ളത് അനീഫ് കായക്കൂടി പറയും. അപ്പം നമുക്ക് വിശദീകരിക്കാം. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവില്ല എന്ന് സുന്നികൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അത് പ്രാർത്ഥനയാണ്. അതെ, അത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയായത് എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറയൂല. കാരണം എന്താണ്? മരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെയുള്ള കാര്യകാരണ ബന്ധം മുറിഞ്ഞു പോകുന്ന സംഗതിക്ക് പറയുന്ന പേരാണ് മരണം. ഈ ഭൗതിക ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്ന ഒരു കാര്യമാണ് ഈ മരണം. ആ മരണത്തിലൂടെ കാണുക, കേൾക്കുക, അറിയുക, ഇടപെടുക, സഹായിക്കുക എന്ന് പറയുന്ന സകലമാന ആക്ടിവിറ്റീസും ക്ലോസായി. അത് കണക്ക് ക്ലോസ് ചെയ്ത് ഇവിടുന്ന് ആൾ പോയി. പിന്നെ അവർക്ക് കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ, സഹായിക്കണമെങ്കിൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു അറിവും കഴിവും വകവെച്ചു കൊടുക്കൽ വരുന്നു. അവരുടെ വിശ്വാസത്തിൽ അത്തരം ഒരു വകവെച്ചു കൊടുക്കൽ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതകൾ ആ സൃഷ്ടികളിൽ വകവെച്ചു കൊടുക്കൽ വരുന്നത് കൊണ്ടാണ് അത് ശിർക്കാണെന്ന് പറഞ്ഞത്.